ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഒരിക്കൽ കാട്ടിലൂടെ യാത്ര പോവുകയാണ്. നേരം ഇരുട്ടിത്തുടങ്ങി. ഇനി മുന്നോട്ട് പോകാൻ വയ്യ, വഴി കാണാതെയായി. അപ്പോൾ അവർ തീരുമാനിച്ചു, ഒന്ന് ഉറങ്ങാം, നേരം പുലർന്നിട്ട് വീണ്ടും യാത്ര തുടരാം. കൊടും കാടാണ്, ക്രൂരജീവികളുള്ള കാടാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒരേ സമയം ഉറങ്ങിയാൽ ശരിയാവില്ല. ജ്യേഷ്ഠനായ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ നീ ഉറങ്ങിക്കോളൂ, ഞാൻ നിനക്ക് കാവലിരിക്കാമെന്ന്. അങ്ങനെ ബലരാമൻ കാവൽ നിൽക്കുമ്പോൾ കൃഷ്ണൻ മയങ്ങാൻ തുടങ്ങി. ബലരാമൻ കാവൽ നിൽക്കാൻ തുടങ്ങി. ഒരല്പം കഴിഞ്ഞില്ല, ഒരു അലർച്ച കേൾക്കുകയാണ്, ഒരു അട്ടഹാസം കേൾക്കുകയാണ്. ഞെട്ടിത്തരിച്ച് നോക്കുന്ന ബലരാമൻ കാണുന്ന കാഴ്ച ഒരു തെങ്ങിൻ്റെ വലിപ്പത്തിൽ ഒരു ഭീകരജീവി, കൊടും ഭീകരജീവി. ആര് കണ്ടാലും ഭയന്നു പോവില്ല. അതിവലിപ്പമുള്ളൊരു ഭീകരജീവി, അമാനുഷിക ശക്തികളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭീകരജീവി ബലരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പേടിച്ചു വിറങ്ങലിച്ചു പോയി. ബലരാമൻ പേടിച്ചു വിറങ്ങലിച്ച് നിൽക്കുന്ന ബലരാമനെ നോക്കിയിട്ട് ഒരു അലർച്ചയാണ് ആ ഭീകരജീവി ചെയ്യുന്നത്. ആ അലർച്ച കേട്ട് ബലരാമൻ ചെറുതാവാൻ തുടങ്ങി, വലിപ്പം ചെറുതാവാൻ തുടങ്ങി. ഓരോ അലർച്ചയിലും ബലരാമൻ ഭയക്കുന്നു, ചെറുതാവുന്നു. വീണ്ടും ഭീകരജീവി അലറുന്നു, ബലരാമൻ ചെറുതാകുന്നു. ഭീകരജീവിയുടെ അവസാനത്തെ അലർച്ചയിൽ ബലരാമൻ ബോധം കെട്ടു വീഴുന്നു, ബോധം നഷ്ടപ്പെടുന്നു. അല്പം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബോധം കെട്ട് കിടക്കുന്ന ബലരാമനെയാണ്. ശ്രീകൃഷ്ണൻ വിചാരിച്ചു ഉറക്കത്തിലായിരിക്കുമെന്ന്, മയക്കത്തിലായിരിക്കുമെന്ന്. എൻ്റെ ഊഴമായി കാണും ഇനി കാവൽ നിൽക്കാൻ എന്ന് ശ്രീകൃഷ്ണന് കരുതി, ശ്രീകൃഷ്ണൻ വിചാരിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ ബലരാമൻ മയങ്ങിക്കിടക്കുകയാണെന്ന് വിചാരിക്കുന്ന ബലരാമന് ശ്രീകൃഷ്ണൻ കാവൽ നിൽക്കുന്നു. ഒരല്പം നേരം കഴിഞ്ഞില്ല, അതേ ഭീകരജീവി, ഇത്രയും വലിപ്പമുള്ള ആ ഭീകരജീവി വീണ്ടും കൃഷ്ണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ എന്താ ചെയ്തതെന്നറിയോ? ഭയക്കല്ല ചെയ്തത്. തൻ്റെ സ്വത്തസിദ്ധമായ ആ പുഞ്ചിരിയോടുകൂടി, അതിമനോഹരമായ, ആരെയും മയക്കുന്ന ആ പുഞ്ചിരിയോടുകൂടി ഒട്ടും പരിഭ്രമിക്കാതെ കൃഷ്ണൻ ആ ഭീകരജീവിയോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടതെന്ന്. ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാളെ പേടിപ്പിക്കാൻ വരുമ്പോൾ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാലുള്ള അവസ്ഥ. ഭീകരജീവി പതറിപ്പോയി. ഈ ചോദ്യത്തിന് മുന്നിൽ ഭീകരജീവി ചെറുതായിപ്പോയി. വീണ്ടും പക്ഷെ വിട്ടില്ല ഭീകരജീവി, അലറി കൃഷ്ണൻ്റെ നേരെ. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്, നീ എന്തിനെങ്ങനെ അലറണേ? വീണ്ടും പതറിപ്പോയി ഭീകരജീവി. കൃഷ്ണൻ്റെ ഓരോ ചോദ്യത്തിനും ഭീകരജീവി ചെറുതായി 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 അവസാനം ഈ വലിപ്പത്തിലായിട്ടോ നമ്മുടെ ഇത്രയും വലിയ ഭീകരജീവി. ഈ ചെറിയ വലിപ്പത്തിലായ ഭീകരജീവിയെ കൃഷ്ണൻ ഒന്ന് ധോത്തിയിൽ വെച്ച് കെട്ടുകയാണ്. എന്നിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം പുലർന്ന് ഒരു സഞ്ചാരം തുടർന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ബലരാമൻ പറയാണ്, കൃഷ്ണ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയോ? ഒരു ഭീകരജീവി പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണ, ഞാൻ പേടിച്ച് ബോധം കെട്ടുപോയി. ഉടനെ കൃഷ്ണൻ തൻ്റെ ധോത്തിക്കുള്ളിലെ ആ കുഞ്ഞ് ഭീകരജീവിയെ കാണിച്ചിട്ട് പറയാണ്, ഇതാണോ നീ കണ്ടു പേടിച്ച ആ ഭീകരജീവി എന്ന്. അതിമനോഹരമാണ് ഈ കഥയുടെ സന്ദേശം. നമ്മൾ എന്തിനെ പേടിക്കുന്നു, പേടിച്ചിട്ട് ഒളിച്ചോടുന്നു, അത് പരീക്ഷ ആയിക്കൊള്ളട്ടെ, സർജറി ആയിക്കൊള്ളട്ടെ, കോടതിയിലെ കേസ് ആയിക്കൊള്ളട്ടെ, എന്തിനെ നമ്മൾ ഭയന്നിട്ട് ഒളിച്ചോടുന്നു, നമ്മൾ ഭയപ്പെടുന്ന കാര്യം വലുതാവാൻ തുടങ്ങും. നമ്മൾ ഭയപ്പെടുന്ന കാര്യം എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ നേരിടാൻ തുടങ്ങുമ്പോൾ അത് ചെറുതാവാൻ തുടങ്ങും, നമ്മൾ വലുതാവാൻ തുടങ്ങും. താങ്ക് യു.